എത്ര ഡ്രൈനെസ് ആയിട്ടുള്ള കാലായാലും ചുളിച്ചിൽ വന്ന കാലായാലും സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം നമ്മുടെ അടുക്കളയിൽ തന്നെയുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പുറത്തേക്ക് നമ്മൾ കളയണ ഒരു ഐറ്റം, ആ ഒരു സാധനം നമ്മൾ മാറ്റി വയ്ക്കും. ആ മാറ്റി വയ്ക്കുന്ന ഒരു ഐറ്റം മാത്രം മതി കേട്ടോ നമ്മുടെ കാലിനെ ഇത്രയും നല്ല ഭംഗിയുള്ളതാക്കി കൊണ്ടുവരാനായിട്ട്. അത് നമ്മുടെ പാലിൻ്റെ പാടയാണ്. നമുക്ക് പാലിൻ്റെ പാട ഉപയോഗിച്ചിട്ട് നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒറിജിനൽ നെയ്യ്, ഒരു കെമിക്കലില്ലാത്ത നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതങ്ങനെ എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്ത് ഒരു ചെപ്പിലൊക്കെ ആയിട്ട് നിറഞ്ഞു വരുമ്പോൾ നമുക്കത് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു 2 തുള്ളി പാലിൻ്റെ പാടെടുത്തിട്ട് നമ്മുടെ കാലുമ്മ തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കാലിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ കാലിനോട് തന്നെ ഒരു ഒരു ഇഷ്ടമൊക്കെ തോന്നണ ഒരു സമയമൊക്കെയാണ് കേട്ടോ. അതിങ്ങനെ ഇത്ര ഭംഗിയിൽ നമുക്ക് കാണുമ്പോഴാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ചെയ്ത് നല്ല രീതിക്ക് ഒരു മസാജ് കൂടി കൊടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ക്രീമും ഹോം മെയ്ഡ് ക്രീമും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ വാസലിനും അലോവേര ജെല്ലും ഗ്ലിസറിൻ റോസ് വാട്ടർ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. 2 ടീസ്പൂൺ വാസലിൻ എടുക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ അലോവേര ജെല്ല്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ നമ്മുടെ കാലിന് നല്ല നിറം കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ റോസ് വാട്ടർ ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെപ്പോഴും കാലുമ്മ തേക്കേണ്ടതാണ്. റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര എന്താ പറയുക ഡ്രൈനെസ് ആയിട്ടുള്ള കാലായാലും മുഖമായാലൊക്കെ നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഐറ്റമാണ്. പിന്നെ നമ്മുടെ സാദാ വെളിച്ചെണ്ണ, പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണയൊക്കെ കാലുമ്മ തേക്കുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീം, നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമിനേക്കാളും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയ ക്രീമാകുമ്പോൾ അത് തേക്കുമ്പോഴും നമുക്കൊരു നല്ല തൃപ്തി ഉണ്ടാവും അല്ലേ. അപ്പോൾ പൈസയും കളയണ്ട, നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. നമ്മളെവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാലുമ്മ തേക്കാം. വൈകുന്നേരങ്ങളിൽ കാലുമ്മ തേക്കുമ്പോൾ ഒരു സോക്സ് ഇട്ട് കിടന്നു കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് കാലുമ്മ കിടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് സോക്സൊക്കെ ഇട്ട് കിടക്കുമ്പോൾ നമ്മുടെ കാലിന് വരുന്ന മാറ്റമൊക്കെ നമുക്ക് പക്ക മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ കാലൊക്കെ എപ്പോഴും വൃത്തിയിൽ വെക്കുക. ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചൂടുവെള്ളത്തിൽ കാല് വയ്ക്കുക. ഉപ്പിറ്റൊക്കെ ഉരച്ച് കഴുകുക. ഉപ്പിറ്റിയിലേക്ക് അങ്ങനെ വരവിള്ളൽ വരികയാണെങ്കിൽ നമ്മുടെ വാസലിന് വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്ത ഉപ്പിറ്റിയിലൊക്കെ തേക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഉപ്പിറ്റി വേദനയൊക്കെ വേദനയല്ല വരവുണ്ട് പോലത്തെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.